ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, സംഭവവികലമായൊരു വർഷക്കാലം നമ്മെ പിന്നിട്ടു. വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ഒരു പുതുവർഷത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ ദൈവം അത്ഭുതകരമായി വഴി നടത്തിയ എല്ലാ കൃപകളെയും ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 2025 എന്ന വർഷം വേദവായനയുടെ, പ്രാർത്ഥനയുടെ, ദൈവാനുഭവത്തിൻ്റെ, ദൈവ അനുഗ്രഹത്തിൻ്റെ വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം വരെ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇനിയും 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവർ ചന്തസ്ഥലങ്ങളിലും വഴിയരികിലും നിന്ന് ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി തങ്ങൾ ഭക്തന്മാരെന്ന് മറ്റുള്ളവരുടെ മുൻപായിട്ടുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് വേണ്ടി പരസ്യമായി പ്രാർത്ഥിക്കുകയും അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പൊതുവായ സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതില്ല. കാരണം പ്രാർത്ഥന ദൈവ മനുഷ്യ സംസർഗമാണ്. പൗരസ്ത്യ പിതാക്കന്മാർ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ മെൻ ആൻഡ് ഗോഡ് എന്നാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ സംസർഗമാണ്. അപ്പം അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കണം. അറയിൽ കിടക്കുക, വാതിലടയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിൻ്റെ മനസ്സിനെ നീ ഏകാഗ്രമാക്കി പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. പൗരസ്ത്യ സഭാപിതാക്കന്മാർ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ ഒരുക്കങ്ങളുണ്ട്. ഓടി വന്ന് പെട്ടെന്ന് കുറേ വാചകങ്ങൾ പറഞ്ഞു പോകുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് മുമ്പ് പഴയ രീതി അനുസരിച്ച് കൈകാലുകൾ കഴുകുന്നു, വായിൽ വെള്ളമൊഴിച്ച് നമ്മൾ കഴുകുന്നു. ശാരീരികമായ വിശുദ്ധി വരുത്തുന്നതിൻ്റെ പ്രതീകം. അതുപോലെ തന്നെ ഒരു പായ വിരിച്ച് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പായ വിരിച്ച് അതിന് മുകളിൽ കയറുന്നതിൻ്റെ അർത്ഥം ഭൂമിയോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പ്രതീകാത്മകമായി കാണിക്കുകയാണ്. അതിനുശേഷം മനസ്സ് ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അന്തരീക്ഷത്തോടല്ല, യേശു എന്ന വ്യക്തിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ വ്യക്തിയെ നമുക്ക് മനസ്സിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോട്ടോകളോ കുരിശോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രതീകാത്മകമായിട്ട് ഉപയോഗിക്കുന്ന ആ കോൺസെൻട്രേഷൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ദൈവമേ, നീ പരിശുദ്ധനാണ്, നീ ബലവാനാണ്, നീ പരിശുദ്ധനാണ്, നീ മരണമില്ലാത്തവനാണ്, പരിശുദ്ധനാണ്, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞ് നിലത്ത് മുട്ടുകുത്തി നമസ്കരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു വ്യക്തി മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ ക്രിയ ചെയ്യുന്നത്. പ്രകാരം മനസ്സിനെ ഏകാഗ്രമാക്കി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന കർത്താവ് ശിഷ്യന്മാരെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ. ഇത് തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ശിഷ്യന്മാർ കർത്താവിനെ സമീപിച്ച് യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ അപ്പോൾ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച് 2 പ്രാർത്ഥനയും ഒന്ന് തന്നെയാണ്. അതിന് ലോർഡ്സ് പ്രയർ അഥവാ കർത്തൃ പ്രാർത്ഥന എന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ഇത് സമ്പൂർണമായ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയേക്കാൾ വലിയ പ്രാർത്ഥന വാസ്തവത്തിൽ വേറെയില്ല. ഈ പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്
നമ്മൾ അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്തെന്ന് ഈ പ്രാർത്ഥനയിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്കതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് അല്പസമയം ചിന്തിക്കാം. ഈ പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചത് ദൈവത്തെ പിതാവെന്ന് വിളിച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു വലിയ പിതൃപുത്ര ബന്ധത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അഥവാ പ്രാർത്ഥിക്കേണ്ടത്. പിതൃപുത്ര ബന്ധത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഒരിക്കലും വേർപെടുത്താനാവാത്ത ഒരു വലിയ ബന്ധമാണ് പിതൃപുത്ര ബന്ധം. ഞാൻ എൻ്റെ അപ്പനോട് പിണങ്ങുമ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം, ഇന്നു മുതൽ ഈ ആളെൻ്റെ അപ്പനല്ല. അപ്പൻ പറയുകയാണ് ഇവനെൻ്റെ മകനല്ല. അല്ലെങ്കിൽ 1000 രൂപയുടെ മുദ്രപ്പേപ്പറിൽ ഞങ്ങൾ പരസ്പരം എഴുതി കൈമാറി, ഇന്നു മുതൽ ഞാൻ ഈ അപ്പൻ്റെ മകനായിരിക്കുകയില്ല. അപ്പൻ പറയുകയാണ് ഞാനിവൻ്റെ പിതാവായിരിക്കുകയില്ല. അല്ലാതാകുമോ? ലോകത്തൊരു ശക്തിക്കും വേർപെടുത്താനാവാത്ത ബന്ധമാണ് പിതൃപുത്ര ബന്ധമെന്ന് പറയുന്നത്. കാരണം അപ്പനിൽ നിന്ന് നമ്മൾ ജനിക്കുകയാണ്. ഇതുപോലെ മാമോദീസായിലൂടെ, സ്നാനത്തിലൂടെ കർത്താവിൽ നമ്മൾ ജനിച്ചു, പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുന്നു. പിന്നെ ദൈവത്തെ അപ്പനെന്ന് കണ്ടുകൊണ്ട്, അപ്പൻ്റെ സ്ഥാനത്ത് കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. മക്കൾ മാതാപിതാക്കളെ സമീപിക്കുന്നത് പോലെ, മാതാപിതാക്കളെ സമീപിക്കുന്നത് എന്തെങ്കിലും ഭൗതികമായ ആവശ്യങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായി ആ വലിയ സംസർഗത്തിനാണ്, ആ സ്നേഹത്തിനാണ്, ആ വലിയ അനുഭവത്തിനാണ് പ്രാർത്ഥിക്കുക. അതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. എന്നാൽ ദാസൻ യജമാനനെ സമീപിക്കുന്നത് അവൻ്റെ ചില ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ പൗലോസ്ലീഹ റോമർ 8:15 പറയുന്നു, പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്. തീർച്ചയായും പുത്രൻ എന്ന അവകാശത്തോടെ, ആ ധൈര്യത്തോടെ, ആ സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ഇനി ആ പ്രാർത്ഥനയ്ക്ക് ആദ്യത്തെ 3 വചനങ്ങൾ എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിൻ്റെ രാജ്യം വരണം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ദൈവനാമം മഹത്വപ്പെടേണ്ടത് നമ്മിലൂടെയാണ്. ദൈവനാമവും മാതാപിതാക്കൾ മഹത്വീകരിക്കപ്പെടുന്നത് തൻ്റെ മക്കളിലൂടെയാണ്. മക്കൾക്ക് നല്ല ജീവിതവും നല്ല അനുഭവവും ഉണ്ടാകുമ്പോൾ അതാണ് മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും അവരുടെ ഏറ്റവും വലിയ സന്തോഷവും സംതൃപ്തിയും അതാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്നറിയപ്പെടുന്ന നമ്മൾ മുഖാന്തരം വേണം ദൈവനാമം മഹത്വപ്പെടുവാൻ. ദൈവനാമം പക്ഷെ ഇന്ന് വാസ്തവത്തിൽ നമ്മൾ മുഖാന്തരം ദൈവനാമം മഹത്വപ്പെടുകയാണോ അതോ അപമാനിക്കപ്പെടുകയാണോ ചെയ്യുന്നതെന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. ഇത് നമ്മുടെ വലിയ ദൗത്യമാണ്. കർത്താവ് നമ്മെ ഭൂമിയിലാക്കിയത്, ദൈവത്തിൻ്റെ മക്കളായി നമ്മളെ തിരഞ്ഞെടുത്തത്, ക്രിസ്ത്യാനികളെന്ന പേരിനോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് എല്ലാം ഈ ഒരു ദൗത്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം. നമ്മൾ മുഖാന്തരം ദൈവനാമം വിശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ ഇന്ന് ദൈവനാമം അശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മൾ മുഖാന്തരമല്ലേ എന്നൊരു നിമിഷം ചിന്തിക്കുക. തർക്കങ്ങളും വ്യവഹാരങ്ങളും കലഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ മുഖാന്തരം ദൈവനാമം അപഹസിക്കപ്പെടുകയാണ്. ഒരു വിജാതി മുഖാന്തരം ദൈവത്തിൻ്റെ നാമം അപഹസിക്കപ്പെടുന്നില്ല. സ്വന്തം മക്കൾ മുഖാന്തരമാണ് മാതാപിതാക്കൾ പലപ്പോഴും അപമാനിതരാകുന്നത് പോലെ നമ്മൾ മുഖാന്തരം ദൈവം അപമാനിതമാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നില്ലേ നമ്മൾ ചിന്തിക്കണം. അപ്പം നമ്മുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ നാമം വിസ്തീകരിക്കപ്പെടുവാൻ, മഹത്വീകരിക്കപ്പെടുവാൻ കാരണമായിട്ട് തീരണം. രണ്ടാമത് പറഞ്ഞു, നിൻ്റെ രാജ്യം വരണം. എന്താണ് ദൈവരാജ്യം? അതാണ് കർത്താവ് ഭൂമിയിൽ വന്ന് തുടങ്ങിയിട്ട് പോയത്. അത് കർത്താവ് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചിട്ട് പോയി. ദൈവരാജ്യത്തിൻ്റെ അനുഭവം ദൈവമനുഷ്യ ബന്ധവും മനുഷ്യ ബന്ധവുമാണ്. ആ വലിയ സന്തോഷത്തിൻ്റെ, അംഗീകാരത്തിൻ്റെ, സ്നേഹത്തിൻ്റെ,
വലിയ ഒരു അനുഭവത്തോടുകൂടി നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. അതിന് മാതൃക കാട്ടേണ്ടത് നമ്മളാണ്. ദൈവരാജ്യത്തിൻ്റെ തുടക്കം കർത്താവ് കുറിച്ചു. അതിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ പ്രപഞ്ചത്തെ മാനവജാതിയെ മുഴുവൻ വഴി നടത്താനുള്ള വിളി എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം അതെന്താണെന്നുള്ളത് കർത്താവ് നമുക്ക് പറഞ്ഞ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രണ്ട് ബന്ധങ്ങളിലാണ്, ദൈവ-മനുഷ്യ ബന്ധത്തിലും മനുഷ്യ-മനുഷ്യ ബന്ധത്തിലുമാണ് ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിച്ചതാണല്ലോ. 3 നാമവിസ്തൃതികൾ, നിൻ്റെ രാജ്യം വരണം, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടപ്പിലാക്കേണ്ടവരാണ് നമ്മൾ. അതിന് ഞങ്ങളെ മുഖാന്തരമാക്കണേ, അതിനുള്ള ശക്തി തരണമേ, അനുഗ്രഹിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൻ്റെ ഇഷ്ടം അറിയാവുന്നത് മക്കൾക്കാണ്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സ്നേഹമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എല്ലാവരെയും എല്ലാറ്റിനെയും സ്നേഹിക്കുക, സഹനമാണ്, സഹിക്കുക, സ്നേഹിക്കുക. അപ്പോൾ ആ ഒരു വലിയ അനുഭവത്തോടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ നമുക്കിടയായിത്തീരണം. ദൈവ ഇഷ്ടം ഈ ഭൂമിയിൽ ഇത് നിറവേറ്റപ്പെടാനാണ് ദൈവം നമ്മളെ അയച്ചിരിക്കുന്നത്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് സ്ത്രീഹന്മാരോട് പറഞ്ഞു. നമ്മുടെ കർത്താവ് എന്താണ് ചെയ്തത്? പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുകയാണ് ചെയ്തത്. പിതാവിൻ്റെ ഇഷ്ടം താൻ ക്രൂശിക്കപ്പെടണമെന്നായിരുന്നു. അതുപോലും ഒരു മടിയും പറയാതെ നമ്മുടെ കർത്താവ് ആ ക്രൂശിൽ മരിക്കുക പോലും ചെയ്ത് നമുക്കറിയാം. അതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് ഈ ഭൂമിയിൽ അത് നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഗതശമനായിൽ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ പാനപാത്രം നീങ്ങണം, എങ്കിലും പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാവട്ടെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ദൈവനാമം വിസ്തരിക്കപ്പെടണം, ദൈവരാജ്യം വരണം, ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഇത് 3 കാര്യങ്ങൾ നമ്മുടെ ദൗത്യമാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റപ്പെടാനാണ് ക്രൈസ്തവ മാതാപിതാക്കൾ ദൈവം നമ്മളെ ജനിപ്പിച്ചത്. ക്രൈസ്തവരായി നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടത്. ഇനി പറയുന്ന 3 കാര്യങ്ങൾ, ഈ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ്. അതിന് എന്താണ്? ഒന്ന്, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണം. അപ്പം എന്ന് പറയുമ്പോൾ ഭൗതികമായ അപ്പം നമുക്ക് ആവശ്യമാണ് ജീവിക്കാൻ, അതോടൊപ്പം ആത്മീയമായ അപ്പവും നമുക്ക് ആവശ്യം, ആത്മീയമായ ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് നീ എപ്പോഴും തന്നുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ നിവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. കർത്താവ് മരുഭൂമി യാത്രയിലും അന്നുള്ള ആവശ്യത്തിന് വേണ്ടി, അന്നുള്ള അപ്പത്തിന് വേണ്ടിയാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ കർത്താവ് പഠിപ്പിച്ചതും. മരുഭൂമിയിലും അങ്ങനെയായിരുന്നല്ലോ. അന്നന്ന് ആവശ്യമുള്ള മന്ന മാത്രമേ പുറക്കാവൂ എന്ന് കർത്താവ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നാളത്തെ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥനയില്ല. കാരണം നാളത്തെ ദിവസം നമ്മുടേതല്ല. ദൈവം തന്നെങ്കിൽ മാത്രമേ നാളത്തെ ദിവസം നമുക്കുള്ളൂ. അതുകൊണ്ട് ഇന്നത്തേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവമേ, ഇന്ന് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾ തരണം. അത് ഭൗതികമായ വശമുണ്ട്, ആത്മീയമായ വശമുണ്ട്. രണ്ടാമത് പറഞ്ഞത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഈ പ്രാർത്ഥന വാസ്തവത്തിൽ ഇതിനകത്തൊരു കണ്ടീഷനുണ്ട്. എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമെന്ന് ദൈവത്തോട് ഞാൻ യാചിക്കണമെങ്കിൽ എൻ്റെ കടക്കാരോട് അല്ലെങ്കിൽ എന്നോട് ഇടപെടുന്നവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റണം. എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ എനിക്ക് ദോഷം ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെ നിരൂപിച്ചിട്ടുള്ളവരോടൊക്കെ ഞാൻ ക്ഷമിച്ചതിന് ശേഷം മാത്രമേ എൻ്റെ കടങ്ങൾ ക്ഷമിക്കണമെന്ന് പറയാൻ എനിക്ക് അവകാശമുള്ളൂ. ദൈവം നമ്മുടെ കടങ്ങളും നമ്മുടെ കുറവുകളും നമ്മളോട് ക്ഷമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പിതൃപുത്ര ബന്ധത്തിൽ നിന്നുകൊണ്ട് ഈ കർത്തവ്യങ്ങൾ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുകയുള്ളൂ. അതാണ് ആ ധൂർത്തുപുത്രൻ അപ്പൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, അപ്പ ഞാൻ മഹാപാപം ചെയ്തു പോയി, ഞാൻ നിന്നെ വേദനിപ്പിച്ചു, നിൻ്റെ സമ്പത്തുകളൊക്കെ ഞാൻ നശിപ്പിച്ചവനാണ്. അതുകൊണ്ട് നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. നിൻ്റെ വേലക്കാരിൽ കൂലിക്കാരിൽ ഒരാളെ പോലെ എന്നെ കൈക്കൊള്ളണമെന്നാണ് അവൻ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് പറഞ്ഞപ്പോൾ അപ്പൻ എന്താ ചെയ്തത്?
ദാസ്യത്വം ചോദിച്ചവന് അപ്പൻ പുത്രത്വമാണ് കൊടുത്തത്. അവൻ്റെ വിരലിൽ മോതിരം, വിശേഷതയുള്ള വസ്ത്രം, അവന് വിരുന്ന്. ദാസ്യത്വം ചോദിച്ചവന് പുത്രത്വം കൊടുത്ത അപ്പനാണ്. അതാണ് ദൈവികമായ സ്നേഹം. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആവശ്യപ്പെടുകയാണ്, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും മറ്റുള്ളവരോട് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥനയ്ക്ക് പ്രസക്തിയുള്ളൂ. മൂന്നാമത് നമ്മൾ ആവശ്യപ്പെടുന്നത് പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം. കാരണം ജഡം, ലോകം, പിശാചിവ മൂന്നുകൾ പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നതാണ്. അനുദിനം അനുനിമിഷം നമുക്ക് ഈ പൈശാചിക പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ അതിനെ അതിജീവിക്കുവാൻ, പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി നീ നൽകണം. എങ്കിൽ മാത്രമേ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ ഞങ്ങൾക്ക് നിറവേറ്റപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഈ 6 കാര്യങ്ങളാണ് കർത്തൃ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 നമ്മുടെ ഉത്തരവാദിത്വവും നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതുമാണ്. അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ, ആ 3 കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ, ആദ്യത്തെ 3 കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങളാണ്. അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്കിത് പ്രവർത്തിക്കാൻ സാധിക്കും. ഈ പ്രാർത്ഥനയിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ആവശ്യമുള്ള അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സമസ്ത ആവശ്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അത് ദൈവത്തിനറിയാം. മാതാപിതാക്കൾ മക്കൾക്ക് എങ്ങനെ ഭക്ഷണം അവർ ചോദിച്ചിട്ടല്ലല്ലോ, ചോദിക്കാതെ തന്നെ കൊടുക്കാൻ മാതാപിതാക്കൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം എത്രയധികം നമ്മളെ സ്നേഹിക്കും. ഈ പ്രാർത്ഥന ഒരു സമ്പൂർണ്ണ പ്രാർത്ഥനയാണ്. ഇതിനകത്ത് ദൈവത്തിനുള്ള ഇതുണ്ട്, സ്തുതിയുണ്ട്, മഹത്വമുണ്ട്, യാചനയുണ്ട്, അങ്ങനെ എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സമ്പൂർണ്ണമായ ഒരു പ്രാർത്ഥനയാണിത്. അതുകൊണ്ടാണ് സുറിയാനി സഭയിൽ ഈ പ്രാർത്ഥന എല്ലാ ശുശ്രൂഷകളിലും നമ്മൾ ഒരു ദിവസം തന്നെ അനേക പ്രാവശ്യം കർത്തൃ പ്രാർത്ഥന നമ്മൾ ആവർത്തിച്ച് ചൊല്ലുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അപ്രകാരമുള്ള ഒരു നല്ല രീതിയിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഹൃദയസ്ഥമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്കിടയാകണം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ.